അത് തന്നെ വളരെ തെറ്റായ ഒരു നടപടിയാണ്. ഒരു പ്രോമിസ് കൊടുക്കുക, ആ പ്രോമിസ് പാലിക്കാതിരിക്കുക, എന്നിട്ട് അവസാനം ഭരണത്തിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ആ പ്രോമിസിന് അനുകൂലമായ ഒരു അനക്കം നടത്തുക, ഒരു നടപടി എടുക്കുക. അതല്ല ഡെമോക്രസി ആവശ്യപ്പെടുന്നത്. കൊടുത്തിരിക്കുന്ന പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കുക. എല്ലാം കൂടി ഒറ്റയടിക്ക് പാലിക്കാൻ ഒരു ഗവൺമെന്റിന് കഴിയണമെന്നില്ല ഡെമോക്രസിയിൽ. അപ്പൊ ഒന്നൊന്നായി പാലിക്കുക, അതാണ് അതിന്റെ രീതി. അതാണ് ജനം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊത്തല്ല ഇത്തവണ ഈ LDF ഗവൺമെന്റ് 2016-17 തൊട്ടുള്ള ഈ കാലഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 നിന്ന് 2000 ആക്കി വർദ്ധിപ്പിച്ചു. അടുത്ത മാസം മുതൽ അത് കൊടുക്കും, കുടിശ്ശിക കിടക്കുന്നതും കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. മറ്റൊരുപാട് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പമാണ് വനിതകൾക്ക് മാത്രമായി 35-60 വയസ്സ് പ്രായത്തിനിടയ്ക്കുള്ള സ്ത്രീകൾക്ക് 1000 രൂപ വീതം ഒരു മാസം കൊടുക്കുമെന്ന് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതും അടുത്ത മാസം മുതൽ നടപ്പിലാക്കും എന്നാണ് പറയുന്നത്.